ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ കായ്ക്കുംസാണ് കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഈ മെത്തേഡ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇല്ലേ, നമ്മളെപ്പോഴും കായ്ക്കുംസ് ഉണ്ടാക്കുമ്പോൾ നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും കായ്ക്കുംസ് ഉണ്ടാക്കുമ്പം വാട്ടിയിട്ടാണ് ചെയ്യാറ്, കായ് വാട്ടിയിട്ടാണ് ചെയ്യാറ്. അതിന് പകരം നമുക്കിത് ഓയിലൊന്ന് ഡീപ്പ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ കായ്ക്കുംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് അങ്ങനെ ഒരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം പഴുത്തിട്ടുള്ള ഒരു 3 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ഓയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഇതുപോലെ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 4 ടേബിൾ സ്പൂൺ നമ്മളുടെ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം കാർഡമം പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നട്ട്സ് ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുട്ട മിക്സ് ചെയ്യുമ്പം ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളുടെ മുട്ടയുടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ കായ്ക്കുംസിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വന്നാൽ നമുക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കായുടെയും മുട്ടേൻ്റെയും ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ബാറ്ററൊക്കെ പാനിൽ ഒഴിച്ചിട്ട് എല്ലാ സൈഡും ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ കായ്ക്കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മറിച്ചിടാതെ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ നമ്മളുടെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.